ഇന്നത്തെ ഐതിഹ്യ കഥാപരമ്പരയിൽ അവതരിപ്പിക്കുന്നത് വിശ്വപ്രസിദ്ധിയായ ആറ്റുകാലമ്മയുടെ ഐതിഹ്യമാണ്. തിരുവനന്തപുരത്തിൻ്റെ ചൈതന്യവും പ്രസിദ്ധിയും നാൾക്കുനാൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യഭൂമിയാണ്. ചരിത്ര ഏടുകളിൽ വനമാലി എന്നറിയപ്പെടുന്ന കരമനയാറിൻ്റെയും ദക്ഷിണ പമ്പ എന്നറിയപ്പെടുന്ന കിള്ളിയാറിൻ്റെയും സംഗമസ്ഥാനത്തു നിന്നും വടക്കുമാറി നിലകൊള്ളുന്ന ആറ്റുകാൽ ദേശം. ആറും തോടും വയലും ഉൾക്കൊണ്ട പ്രകൃതിയുടെ വരദാനമായ ആറ്റുകാൽ കാലമെത്ര കടന്നാലും കാലത്തിനനുസൃതമായ പരിഷ്കാരങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ആറ്റുകാലിന് പച്ച പരിഷ്കാരങ്ങളൊന്നും സംഭവിക്കില്ലെന്നു കരുതാം. ഇന്നും ഗ്രാമീണ പ്രസന്നത നിലനിൽക്കുന്ന നഗരപ്രദേശമാണ് ആറ്റുകാൽ. പണ്ട് അവികസിതവും അപരിഷ്കൃതവുമായ ഒരു ഗ്രാമമായിരുന്നു ആറ്റുകാൽ. കണ്ണെത്താ ദൂരത്തോളം നീണ്ടു നിവർന്നു കിടക്കുന്ന വശ്യസുന്ദരവും വിശാലവുമായ തെങ്ങിൻ പുരയിടങ്ങളുടെ നടുവിൽ ഓലമേഞ്ഞ ഏതാനും കൊച്ചു വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപൂർവമായി അങ്ങിങ്ങ് ഓടിട്ട കെട്ടിടങ്ങളും നിലനിന്നിരുന്നു. പാലാഴിയുടെ പ്രതീകമെന്നോണം തെളിനീരൊഴുകി പരമപവിത്രതയുടെ പര്യായമെന്ന് സർവഥാ വിശേഷണമാർജിച്ച് കളകളാരവം പൊഴിച്ച് ഒഴുകുന്ന കിള്ളിയാറും പച്ചക്കസവുള്ള മഞ്ഞപ്പട്ടി ഞൊറിഞ്ഞുടുത്ത വിശാലസുന്ദരമായ നെൽപ്പാടങ്ങളും കൂറ്റൻ കേരവൃക്ഷങ്ങൾ തലയാട്ടി രസിക്കുന്ന തോപ്പുകളും ഇളങ്കാറ്റിൽ ഊഞ്ഞാലാടി തല തറയിൽ തൊടാൻ മത്സരിക്കുന്ന കവുങ്ങിൻ കൂട്ടങ്ങളും ആദ്യകാലം മുതൽക്കേ ആറ്റുകാലിൻ്റെ അനുഗ്രഹ സമ്പത്തായിരുന്നു. പ്രത്യക്ഷ ദേവിയെ ആറ്റുകാലമ്മയുടെ പാദസ്പർശം പതിയാൻ സൗഭാഗ്യമുണ്ടായ പുണ്യദേശമാണ് ആറ്റുകാൽ. മഹാമായയായ ദേവി തൻ്റെ ഭക്തനായ മുല്ലുവീട്ടിലെ കാരണവർക്ക് മുന്നിൽ ബ്രാഹ്മണ ബാലികയായി പ്രത്യക്ഷപ്പെട്ടതും പിന്നീട് അപ്രത്യക്ഷയായതും വീണ്ടും സ്വപ്നദർശനം നൽകി കാരണവരെ അനുഗ്രഹിച്ചതും കാരണവരാൽ പൂജാതി കാര്യങ്ങൾ നിറവേറ്റിപ്പോരുന്ന മുല്ലപ്പൂങ്കാവിൽ കുടിയിരിക്കാൻ ആഗ്രഹിക്കുന്നതായി ദേവി അറിയിച്ചതും തുടർന്ന് കാവിനുള്ളിൽ കാരണവരും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും ചേർന്ന് തെക്കത് നിർമ്മിച്ചതുമൊക്കെ ദൈവനിശ്ചയവും ദേശസുഹൃതവുമായിരുന്നു. ദേവിയുടെ തിരുവവതാരത്തിന് മുമ്പ് വരെ ദേശത്തിന് ആറ്റുകാൽ എന്ന പേർ ലഭിച്ചിരുന്നില്ല. എന്നാൽ ദേവി കുടികൊള്ളാൻ ആഗ്രഹിച്ച കാവ് അപ്പോഴുണ്ടായിരുന്നു. പ്രസിദ്ധമായ ആ കാവിനെ ആസ്പദമാക്കിയാണ് ഇന്ന് ക്ഷേത്രം നിലകൊള്ളുന്ന സ്ഥലവും അതിനു ചുറ്റുമുള്ള സ്ഥലവും ഉള്ളത്. അന്ന് കാവുവിള എന്ന് അറിയപ്പെട്ടിരുന്നു. മുല്ലവീട്ട് കാരണവരുടെ ദേവീദർശനത്തെ തുടർന്ന് കാവിനുള്ളിൽ ഓലമേഞ്ഞ തെക്കത് നിലവിൽ വന്നതോടെ സ്ഥലം തെക്കുവിള എന്നറിയപ്പെടാൻ തുടങ്ങി. ഇതിനിടെ ദേവിയുടെ പാദസ്പർശം പതിച്ച കിള്ളിയാറിൽ കരയ്ക്ക് മുല്ലവീട്ടിലെ കാരണവരും കുടുംബങ്ങളും കൽപ്പിച്ചരുളിയ ആറ്റുകാൽ എന്ന അർത്ഥവത്തായ പേര് ദേശത്തിൻ്റെ മുഴുവൻ സ്വീകാര്യമായി തീർന്നു. ഇതിനിടെ കാവ് മുഴുവൻ ക്ഷേത്രത്തിന് വഴിമാറുകയും കാവിനുള്ളിൽ നിലകൊണ്ടിരുന്ന തെക്കത് ആറ്റുകാൽ ക്ഷേത്രമായി വളർന്ന് കീർത്തി നേടുകയും ചെയ്തു. ആറ്റുകാലമ്മയുടെ പേരിനൊപ്പം പ്രസിദ്ധമായി തീർന്നതാണ് കിള്ളിയാറും കിള്ളിപ്പാലവും. ആറ്റുകാൽ എന്ന ദേശോൽപത്തിക്ക് കാരണങ്ങളായ ചില ഐതിഹ്യങ്ങൾ ഉണ്ട്. തേജസ്വരൂപിണിയായ ബ്രാഹ്മണ ബാലികയുടെ വേഷത്തിൽ കിള്ളിയാറിൻ്റെ കരയിൽ ഒരു കുംഭമാസത്തിലെ പൗർണമി നാളിൽ ത്രിസന്ധ്യ സമയത്ത് പ്രത്യക്ഷപ്പെട്ട ആദ്യ പരാശക്തിയായ മഹാദേവി തൻ്റെ പരിക്ഷീണമായ കാൽപാദങ്ങൾ വിശ്രമമേകാൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് കാൽ ആറ്റിയ സ്ഥലം അഥവാ ക്ഷീണം തീർത്ത സ്ഥലം എന്ന അർത്ഥത്തിൽ മുല്ലുവീട്ടിലെ കാരണവർ കൽപ്പിച്ചരുളിയ പേരാണ് ആറ്റുകാൽ. പരമ പരിശുദ്ധിയുടെ പവിത്രതയാൽ ദക്ഷിണ പമ്പ എന്നറിയപ്പെട്ടിട്ടുള്ള കിള്ളിയാറിൻ കരയിൽ പ്രത്യക്ഷപ്പെട്ട ബ്രാഹ്മണ ബാലിക വേഷം ധരിച്ച സാക്ഷാൽ മഹാമായ ആറുകടന്ന് മറുകരയിലെത്താൻ ശ്രമിക്കവേ ദേവിയുടെ തൃക്കാൽ പുണ്യത്തിനായി തപം ചെയ്തിരുന്ന കിള്ളിയാറിൽ പതിച്ചു. അതോടെ കിള്ളിയാറ് ദേവനദിക്ക് സമാനമായി തീർന്നു. ദേവിയുടെ തൃപ്പാദങ്ങൾ ആറ്റിൽ പതിച്ച
അത്ഭുത നിമിഷത്തിലാണ് ദേവി ഉപാസകനും മുല്ലുവീട്ടിലെ ഗൃഹസ്ഥനുമായ കാർണവർ എന്ന വിശേഷണമുള്ള വൃദ്ധൻ അത് കാണാനിടയായത്. പരമയോഗിയും സർവഥായോഗ്യനും ദേവീദർശനത്തിന് മഹായോഗം ലഭിച്ചവനുമായ ആ പുണ്യാത്മൻ ആ അദ്ഭുത ബാലികയ്ക്കരികിൽ ഓടിയെത്തി കുട്ടിയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി കുട്ടിയെ ഇരു കൈകളാലും താങ്ങിയെടുത്ത് തൻ്റെ വലതു തോളിലിരുത്തി ആറുകടന്ന് ഇക്കരെ എത്തിച്ചു. ഈ മഹാസംഭവത്തെ തുടർന്ന് ആറ്റിൽ ദേവിയുടെ തൃക്കാൽ പതിച്ചു എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തി ആ സ്ഥലത്തിന് ആറ്റുകാൽ എന്ന പേര് വന്നു. ആദി പരാശക്തിയുടെ തിരു അവതാരമാണ് എന്ന് വെളിപ്പെടുത്തുന്ന പ്രബലവും പ്രസിദ്ധവുമായ പല ഐതിഹ്യങ്ങളുമുണ്ട്. തലമുറകളായി കൈമാറിയിട്ടുള്ളതും കേട്ടറിവിലൂടെ ഭക്തഹൃദയങ്ങളിൽ നിലനിന്നു പോരുന്നതുമായ ഐതിഹ്യങ്ങളല്ലാതെ തെളിവ് സഹിതം നിരത്തിപ്പറയാൻ തക്ക ചരിത്ര രേഖകളൊന്നുമില്ല. അത്തരത്തിലുള്ള ഒരു ഐതിഹ്യമാണ് ആദ്യമായി പറയുന്നത്. ആദ്യകാലത്ത് ആറ്റുകാൽ ദേശത്ത് ഏതാനും നായർ തറവാടുകൾ നിലനിന്നിരുന്നു. ചെറുകര വലിയ വീട്, മുല്ലുവീട്, കാഞ്ചീപുരം വീട്, മുതുവള്ളി വീട്, കുറുങ്കുടി വീട്, വടക്കേ വീട്, തെക്കേ വീട്, മയ്യനാട് വീട്, സീതപുരം വീട്, ചെക്കാല വിളാകം വീട്, കുറുപ്പച്ച വിളാകം വീട്, പെരുമ്പള്ളി വീട് എന്നീ ഭവനങ്ങളായിരുന്നു അവയിൽ പ്രസിദ്ധം. ഈ ഭവനങ്ങളിൽ മുൻതൂക്കം ചെറുകര വലിയ വീടിനായിരുന്നു. പ്രസ്തുത ഭവനത്തിൻ്റെ 3 ശാഖകളിൽ ഒന്നായിരുന്നു മുല്ലവീട്. ആകയാൽ ദേശവാസികൾ ചെറുകര വലിയ വീടെന്നും മുല്ലവീടിനും പ്രത്യേകം സ്ഥലനാമങ്ങൾ കൽപ്പിച്ചിരുന്നു. ആറ്റുകാൽ എന്ന ചെറിയ ദേശത്തെ സൂചിപ്പിക്കുന്ന പേരാണ് ചെറുകര. ചെറുകരയിലെ നാലുകെട്ടും പടിപ്പുരയും തുളസിത്തറയും പൂമുഖവും ഉള്ള തറവാട് വലിയ തറവാട് എന്ന അത്ഭുത വിശേഷണത്തിന് അർഹമായി. ഇക്കാരണത്താലാണ് പ്രസ്തുത ഭവനത്തിന് ഈശ്വര നിശ്ചയമെന്നോണം ചെറുകര വലിയ വീട് എന്ന പേരുണ്ടായത്. ഈ ഭവനത്തിൻ്റെ 3 ശാഖകളിലൊന്ന് മുല്ലവീട് എന്ന് പറയുന്നുവല്ലോ. മുല്ലപ്പൂങ്കാവും പൂന്തോപ്പും സ്വന്തമായി ഉണ്ടായിരുന്നതിനാലാണ് ആ ഗൃഹം മുല്ലവീട് എന്നും പിന്നീട് മുല്ലുവീട് എന്നും പേർ സമ്പാദിച്ചത്. ചെറുകര, മുല്ലവീട്, വലിയ വീട് തറവാടുകളിൽ പുരുഷന്മാർ ദൈവഭക്തന്മാരും രാജസേവകരും യുദ്ധവീരന്മാരുമായിരുന്നു. സ്ത്രീകളാകട്ടെ മഹാലക്ഷ്മിയെപ്പോലെ ഐശ്വര്യവതികളും ഭൂമിദേവിയെപ്പോലെ ക്ഷമാശീലവും ഈശ്വരഭക്തിയും ഉള്ളവരായിരുന്നു. ഒരിക്കൽ യുവരാജാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തിരുമനസിനെ ആറ്റുകാലിന് സമീപമുള്ള പുത്തൻകോട്ട ശിവക്ഷേത്രത്തിന് സമീപം വെച്ച് പപ്പുതമ്പി എന്നറിയപ്പെട്ടിരുന്ന പത്മനാഭൻ തമ്പിയുടെ കിങ്കരന്മാർ വളഞ്ഞു. ധീരനും സൂത്രശാലിയുമായ യുവരാജാവ് അവസരോചിതമായ ബുദ്ധി പ്രയോഗിച്ച് അവർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് കാവുവിള എന്നറിയപ്പെടുന്ന ഇന്നത്തെ ആറ്റുകാൽ ദേശത്തെത്തിച്ചേർന്നു. യുവരാജാവിനെ തിരിച്ചറിഞ്ഞ ചെറുകര വലിയ വീട്ടുകാർ അദ്ദേഹത്തിന് സുരക്ഷിതമായി ഒളിച്ചിരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ദൈവനിശ്ചയമെന്നോണം ചെറുകര വലിയ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ട് യുവരാജാവിന് തൻ്റെ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു. പപ്പുതമ്പിയും അദ്ദേഹത്തിൻ്റെ പടയാളികളും ലക്ഷ്യം സാധ്യമാക്കാനാവാതെ ലജ്ജയോടെ പിൻവാങ്ങി മടങ്ങിപ്പോവുകയും ചെയ്തു. കാലങ്ങൾക്കു ശേഷം കാവ് തെക്കതായും തെക്കത് മുടിപ്പുര സമ്പ്രദായത്തിലുള്ള ക്ഷേത്രമായും ആ ക്ഷേത്രം പിന്നീട് മഹാക്ഷേത്രമായും രൂപാന്തരം പ്രാപിച്ചു. ഇന്ന് കാവും കളരിയും കളരിത്തറകളുമൊന്നും നിലവിലില്ല. പകരം അവിടെ വിശ്വപ്രസിദ്ധി നേടിയ ഒരു മഹാക്ഷേത്രമാണ് സർവ ഐശ്വര്യങ്ങളാലും കൂടി സർവ ഐശ്വര്യത്തോടും കൂടി ശോഭിച്ച് നിലകൊള്ളുന്നത്. ആറ്റുകാലമ്മയുടെ അവതാരത്തിനും പരാശക്തിയായ അമ്മ വാണരുളുന്ന ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിനും പിന്നിൽ ജഗതാത്മാവിൻ്റെ നിശ്ചയം ഒന്നു മാത്രമായിരുന്നു. തലമുറകളിലേക്ക് ആവേശപൂർവ്വം പകർന്നു നൽകിയ ആ ഐതിഹ്യം ഇപ്രകാരമാണ്. മുല്ലുവീട്ടിലെ കാരണവർ ശിവശക്തിമാരുടെ ഉപാസകനായിരുന്നു. പുണ്യാത്മാവായ അദ്ദേഹത്തിൻ്റെ ഭവനത്തിന് തൊട്ടടുത്തായി മുല്ലച്ചെടികൾ വളർന്നു പടർന്നു നിലകൊണ്ടിരുന്നു. ഒരു കാവ് അന്ന് നിലവിൽ നിന്നിരുന്നു. മുല്ലച്ചെടിയുടെ ധാരാളിത്തം ആ കാവിന് മുല്ലപ്പൂങ്കാവ് എന്ന പേര് നേടിക്കൊടുത്തു. വിശാലമായ ആ കാവിൽ ദേവീ സങ്കല്പത്തിൽ പൂജാതി കർമ്മങ്ങൾ നടന്നു വന്നിരുന്നു.
കളരിമാടൻ, നാഗയക്ഷി, നാഗരാജാവ് തുടങ്ങിയ ഉപദേവതാ സങ്കല്പങ്ങളും അവിടെയുണ്ടായിരുന്നു. പൂജാരി, മുല്ലവീട്ടിലെ കാരണവരും അദ്ദേഹത്തിൻ്റെ സഹായികൾ കുടുംബാംഗങ്ങളുമായിരുന്നു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിലും എല്ലാ മലയാള മാസം 1-ാം തീയതിയിലും കാവിൽ പൂജകളും വഴിപാടുകളും നടത്തിപ്പോരുന്നിരുന്നു. കാവിനുള്ളിൽ ത്രിസന്ധ്യ സമയത്തെ വിളക്കുവയ്പ് ഒരിക്കലും മുടങ്ങിയിരുന്നില്ല. തന്ത്രങ്ങളും മന്ത്രങ്ങളും കാരണവർക്ക് വശമില്ല എങ്കിലും ഭക്തിയുടെ കാഠിന്യം ആ കുറവുകളെ പരിഹരിച്ചിരുന്നു. സദാസമയവും സർവേശ്വരിയെ സ്മരിച്ചും സ്തുതിച്ചും ജപിച്ചും അമ്മയുടെ അത്ഭുത ചരിതങ്ങൾ ഭക്തരെ പഠിപ്പിച്ചും ഒരു സന്യാസി വര്യൻ്റെ രീതിയിൽ വ്രതനിഷ്ഠയോടെ ജീവിതം ദേവി സന്നിധിയിൽ അർപ്പിച്ച് കാലം കഴിച്ചു പോന്ന ഭക്തശിരോമണിയായ കാരണവരോട് ആദി പരാശക്തിയായ ദേവിക്ക് പ്രീതിയും വാത്സല്യവും ഉണ്ടായി. കൊടും പേമാരിയിലും മരം കൊച്ചുന്ന മഞ്ഞുകാലത്തും കിളിയാറിൽ പോയി മുങ്ങിക്കുളിച്ച് ഈറനോടെ കാവിലെത്തി അന്തിക്ക് വിളക്ക് കത്തിക്ക് കാരണവരുടെ മുറതെറ്റാത്ത ചിട്ടകളിലൊന്നായിരുന്നു. എത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും നിഷ്പ്രയാസം തരണം ചെയ്ത് തൻ്റെ പതിവുകൾ പുലർത്താൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിരുന്നു. ഒരിക്കൽ ഒരു മകരമാസത്തിലെ അവസാന വെള്ളിയാഴ്ച ദിവസം ത്രിസന്ധ്യാ സമയത്ത് കാരണവർ കിള്ളിയാറ്റിലിറങ്ങി മുങ്ങിക്കുളിച്ച് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അത്ഭുതമെന്നോണം ആറ്റിൽ പെട്ടെന്ന് ഒഴുക്ക് ഉണ്ടാകുകയും ഒഴുക്കിൻ്റെ ആഘാതത്തിൽ കര കുലുങ്ങുകയും കരയിലെ വൃക്ഷങ്ങൾ മുഴുവൻ കടപുഴകി വീഴുകയും ചെയ്തു. അത് കണ്ട് കാരണവർക്ക് അത്ഭുതത്തേക്കാൾ പരിഭ്രാന്തിയാണ് ഉണ്ടായത്. സ്നാനമന്ത്രം പിഴച്ചോ, അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചോ? സാധുഹൃദയനും പരമഭക്തനുമായ കാരണവർ ഉള്ളുരുകി ചിന്തിക്കാൻ തുടങ്ങി. ആ നിമിഷം മറ്റൊരു മഹാ അത്ഭുതം കൂടി ആ മഹാന്റെ കണ്ണുകളിൽ പതിച്ചു. കിള്ളിയാറ്റിൽ കരയായിരുന്നു സംഭവവേദി. കാരണവർ ആ സ്ഥലം സസൂക്ഷ്മം നിരീക്ഷിച്ചു. പെട്ടെന്ന് കിള്ളിയാറും തീരവും പാലാഴിയും വൈകുണ്ഠവും പോലെ അദ്ദേഹത്തിന് തോന്നി. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനാവാതെ കാരണവർ തൻ്റെ കൺപോളകൾ പലവട്ടം തിരുമിയടയ്ക്കുകയും വീണ്ടും നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ 1000 ആദിത്യഗോളങ്ങൾ ഒന്നു ചേർന്ന് പ്രകാശിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രകാശചക്രം ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുകയും അത് ഭൂമിയിൽ പതിച്ച് ഒരു ബാലികയായി മാറുകയും ചെയ്യുന്നത് കാരണവർ തൻ്റെ നഗ്നനേത്രങ്ങളാൽ കണ്ടു. ഭക്തനായ അദ്ദേഹം ആ അത്ഭുത ബാലികയെ താണുവണങ്ങി നമസ്കരിച്ചു. അപ്പോൾ ബാലിക അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിക്കുകയും കാരണവരെ അരികിൽ വിളിച്ച് തനിക്ക് 6 കടന്ന് അക്കരെ പോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഉടൻ തന്നെ കാരണവർ ഉദ്ദേശം 12 വയസ്സ് തോന്നിക്കുന്ന ആ ബാലികയെ അതീവ സ്നേഹത്തോടും അതിലേറെ അത്ഭുതത്തോടും നിറഞ്ഞ വാത്സല്യത്തോടും കൂടി മെല്ലെ തൻ്റെ കൈകളാൽ സ്വീകരിച്ച് തൻ്റെ വലതുഭാഗത്തെ തോളിലിരുത്തി 6 നീന്തി കടന്ന് മറുകര എത്തിച്ചു. കുട്ടിക്ക് വളരെ സന്തോഷമായി, ഒപ്പം കാരണവർക്കും. അദ്ദേഹം സാവധാനം ബാലികയെ നിലത്തിറക്കി. പിന്നീട് തങ്കസൂര്യപ്രഭ പോലെ തേജസാർന്ന ബാലികയുടെ കൈക്ക് പിടിച്ച് തൻ്റെ ഗൃഹമായ മുല്ലുവീട്ടിലേക്ക് നടന്നു. അപ്പോഴാണ് കുട്ടി ബ്രാഹ്മണ ബാലികയാണെന്ന കാര്യം കാരണവർ മനസ്സിലാക്കിയത്. വീണ്ടും അദ്ദേഹത്തിന് അത്ഭുതവും സംശയവും ജനിച്ചു. ബ്രാഹ്മണ ഭവനങ്ങളില്ലാത്ത ഈ ദേശത്ത് വന്നുപെട്ട ബ്രാഹ്മണ ബാലിക ആരായിരിക്കും? ചുവന്ന പട്ടുപാവാടയുടുത്ത് കയ്യിൽ തങ്കവളകളിട്ട് കാതിൽ വജ്രകുണ്ടലങ്ങളും മൂക്കിൽ വൈരക്കല്ല് പതിച്ച മൂക്കുത്തിയും കഴുത്തിൽ കനകമാലകയും അണിഞ്ഞിട്ടുള്ള ഈ ബാലിക ഏതെങ്കിലും തമ്പ്രാക്കളുടെ മകളായിരിക്കും. ഇപ്രകാരം ചിന്തിച്ച് ബാലികയുമൊത്ത് ഗൃഹത്തിലെത്തിയ കാരണവർ മുല്ലവീടിൻ്റെ മുറ്റത്തെത്തിയപ്പോഴേക്കും സമയം ത്രിസന്ധ്യ കഴിഞ്ഞിരുന്നു. ബാലികയെ കാരണവർ ഗൃഹത്തിനകത്തേക്ക് ക്ഷണിച്ചു. അത്ഭുത ബാലികയെന്ന് സംശയമുള്ളതിനാൽ പൂമുഖത്ത് പശുവിൻ ചാണകം മെഴുകി ശുദ്ധമാക്കി പനയോരത്തെടുത്തിട്ട് അതിന്മേലാണ് കുട്ടിയെ കൈപിടിച്ച് ഇരുത്തിയത്. അപ്പോൾ ബാലിക അത്യന്തം ആനന്ദവതിയായി കാണപ്പെട്ടു. അത് കണ്ട് സന്തോഷവാനും സംതൃപ്തനുമായ കാരണവർ തൻ്റെ ഊഹങ്ങൾ ശരിയാണോ എന്നറിയാനായി കുട്ടിയോട് പുഞ്ചിരിയോടെ സൗമ്യമായി ഊരും പേരുമൊക്കെ ചോദിക്കാൻ തുടങ്ങി. എന്നാൽ എത്ര ചോദിച്ചിട്ടും കുട്ടി ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. എങ്കിലും കാരണവർക്ക് വ്യസനം തോന്നിയില്ല. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയല്ലേ, ഭയം കാണും. നാളെ നേരം പുലർന്നിട്ട് കുട്ടിയുടെ രക്ഷിതാക്കളെ കണ്ടെത്താം.
ആ വിവരം അദ്ദേഹം ബാലികയെ ധരിപ്പിക്കുകയും അത് കേട്ട് കുട്ടി ആശ്വാസം കൊണ്ടതായി അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. പുറത്ത് ഇരുട്ടിന് ശക്തി കൂടിക്കൊണ്ടിരുന്നു. കാവിൽ വിളക്കി വയ്ക്കാനുള്ള സമയവും അതിക്രമിച്ചു. കാരണവർ ഒരു നിമിഷം ചിന്തയിലാണ്ടു. പെട്ടെന്ന് ഒരു ഉൾവിളിയുടെ പ്രേരണയെന്നോണം കാരണവർ പൂമുഖത്ത് വാതുക്കൽ കിടന്ന് അറയിലെ പൂജാ സവിധത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ശ്രീഭദ്രകാളിയുടെ ചിത്രത്തിന് മുന്നിൽ പൂജിച്ചു വച്ചിട്ടുള്ള ഇളനീരും അവിലും ചെറുപഴങ്ങളും കൽക്കണ്ടവും ഒരു തട്ടത്തിലാക്കി പൂമുഖത്തെത്തി. അതൊക്കെ കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ കാരണവരെ വിഷമത്തിലാക്കുന്ന മറ്റൊരു സംഭവം ഇവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. അദ്ദേഹം കിളിയാറ്റിൻകര നിന്ന് തോളിലേറ്റി ആറ് കടന്ന് ഗൃഹത്തിലെത്തിച്ച ബാലിക അപ്രത്യക്ഷയായിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സംഭവം കാരണവരെ അസ്വസ്ഥനും ദുഃഖിതനും നിരാശനുമാക്കി. സങ്കടപരവശനായ അദ്ദേഹം കാവിൽ വിളക്ക് വയ്പ്പിനു ശേഷം ബാലികയെ തേടി തൻ്റെ ജന്മദേശം മുഴുവൻ ചുറ്റിക്കറങ്ങി. കണ്ണിൽ കണ്ടവരോടെല്ലാം അദ്ദേഹം സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി പറയുകയും ബാലികയെ അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ എന്തു ഫലം? ആരും അങ്ങനെ ഒരു ബാലികയെ കണ്ടില്ല. കിളിയാറ്റിൻ കരയിലുണ്ടായ അത്ഭുത സംഭവം പോലും അവരാരും അറിഞ്ഞിരുന്നതുമില്ല. അടക്കാനാവാത്ത ദുഃഖത്തോടും അതിലേറെ പാരവശ്യത്തോടും കൂടി തളർന്ന മനസ്സുമായി കാരണവർ തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങി. അപ്പോഴും താൻ ആറ് കടത്തി ഇക്കരെ എത്തിച്ച പെൺകുട്ടിയുടെ തേജസ്സാർന്ന മുഖഭാവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രഭാപൂരത്തിൻ്റെ പൊലിമ പരത്തുന്നുണ്ടായിരുന്നു. ദേവിയെ ധ്യാനിച്ചതിനു ശേഷം നിലത്തു വിരിച്ച പുൽപ്പായിൽ തലചായ്ക്കാത്ത താമസം കാരണവർ നിദ്രയിലാണ്ടു. ആ നിദ്രാവേളയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുതരം ദിവ്യാനുഭൂതി നിറയാൻ തുടങ്ങി. ആ പുണ്യപ്രഭയിൽ അദ്ദേഹത്തിൻ്റെ അകക്കണ്ണ് തുറക്കുകയും ആ ദിവ്യനിമിഷത്തിൽ താൻ ആറ് കടത്തി കൊണ്ടുവന്ന ബ്രാഹ്മണ ബാലികയുടെ അതീവ തേജസ്സാർന്ന രൂപവും സാക്ഷാൽ ജഗദംബയുടെ ഉഗ്രസ്വരൂപവും അദ്ദേഹം ഒരേ സമയം മാറി മാറി ദർശിക്കുകയും ചെയ്തു. ഇതിനകം ഇരു രൂപങ്ങളും ഒന്നു ചേർന്ന് നിൽക്കുന്നതായും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം പ്രത്യക്ഷ ദേവിയെ രണ്ട് കൈയും കൂപ്പി നമസ്കരിക്കുകയും സ്തുതിക്കുകയും അപരാധങ്ങൾ പുറത്ത് അനുഗ്രഹമേകുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. അപേക്ഷകരെ ഉപേക്ഷിക്കാത്ത ദേവി തൻ്റെ ഭക്തനിൽ സംപ്രീതനാവുകയും അനുഗ്രഹിക്കുകയും ചെയ്തിട്ട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ഭക്തനിൽ ഞാൻ പ്രീതി ഭവിച്ചിരിക്കുന്നു. നാളെ പ്രഭാതത്തിൽ കാവിലേക്ക് ചെല്ലുക. കാവിനുള്ളിൽ 3 വെള്ളി വരകൾ കാണാം. അത് അങ്ങയുടെ ദൃഷ്ടിയിൽ മാത്രമേ കാണാൻ കഴിയൂ. ആ സ്ഥലത്ത് എന്നെ ഉപാസിക്കുക. കാവും കളരിത്തറയും മാറി അവിടെ ക്ഷേത്രമായി തീരണം. പതിവ് പൂജകളും ഉണ്ടാകണം. ഈ നാടിനും നാട്ടുകാർക്കും മാത്രമല്ല സകലർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഭവിക്കും. ഇത്രയും കൽപ്പിച്ച് മഹാമായ അപ്രത്യക്ഷയായി. ആ രാത്രി കാരണവർക്ക് തെല്ലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ ദിവ്യരൂപവും ആ രൂപം ആവോളം ദർശിക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദവുമൊക്കെയായിരുന്നു. അടുത്ത പൊൻപ്രഭാതം പുലർന്നു. തലേനാൾ രാത്രി പരാശക്തിയെ സ്വപ്നത്തിൽ ദർശിച്ച അനുഗ്രഹം നേടിയതിനാൽ ഉന്മേഷവാനായിരുന്ന കാരണവർ കുളിയും ജപവുമൊക്കെ വേഗം നിർവഹിച്ച ശേഷം ദേവീ കൽപ്പന യാഥാർത്ഥ്യമാണോ എന്നറിയാനായി കാവിലേക്ക് നടന്നു. താൻ നിത്യപൂജയും വിളക്കുവയ്പും നടത്താറുള്ള കാവിൽ എന്താവും സംഭവിച്ചിരിക്കുക? കാരണവർ ആകാംക്ഷാഭരിതനായി വായുവേഗത്തിൽ കാവിന് മുന്നിൽ എത്തി. അവിടെ നിന്നും കാവിനകത്തേക്ക് പ്രവേശിച്ച അദ്ദേഹം തൻ്റെ പരദേവതയെ ധ്യാനിച്ചു. കാവിനുള്ളിൽ നിന്നും മനമൊരുക്കി പ്രാർത്ഥിച്ച കാരണവർ അവിടെ ആദ്യം കണ്ടത് മനോഹരമായ 3 വെള്ളി വരകളാണ്. സാക്ഷാൽ മഹാമായ ത്രിശൂലം കൊണ്ട് വരച്ചുണ്ടാക്കിയ ദിവ്യരേഖകൾ. ദേവീഭക്തിയുടെ പരമാനന്ദത്തിൽ ഭക്തിയുടെ പരമോന്നതയിലെത്തിയ കാരണവർ നിമിഷങ്ങളോളം എല്ലാം മറന്ന് അവിടെ ഒരേ നിൽപ്പ് നിന്നുപോയി. ആ നിൽപ്പിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വീണ്ടും ദേവീരൂപം തെളിയാൻ തുടങ്ങി. ആ ഭക്തശിരോമണിയുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ ധാരധാരയായി ഒഴുകി കാൽപാദങ്ങളിൽ പതിച്ചു. പരമഭക്തിയുടെയും പരമാനന്ദത്തിൻ്റെയും പരമസാക്ഷാത്കാരത്തിൻ്റേതുമായ അശ്രുകണങ്ങളാണ് പൊഴിഞ്ഞു വീണത്. ഭക്തിയുടെ മയക്കം വീട്ടുണർന്ന കാരണവർ അളവറ്റ ആഹ്ലാദം കൊണ്ട് നാട്ടുകാരെ വാവിട്ട് വിളിച്ചുകൂട്ടി. കാവിൽ സംഭവിച്ച
അത്ഭുതമറിഞ്ഞ് ദേശവാസികൾ മുഴുവൻ കാവിലേക്ക് പ്രവഹിച്ചു. കാവും പരിസരവും ദേശവാസികളെ കൊണ്ട് നിറഞ്ഞു. ഭക്തനായ കാരണവർ സംഭവങ്ങളെല്ലാം അവിടെ കൂടിയ നാട്ടുകാരോട് പറയുകയും അത്ഭുതകരമായ വെള്ളിവരകൾ അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ആ വെള്ളിവരകൾ ദർശിക്കാനുള്ള ഭാഗ്യം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല. എങ്കിലും കാരണവരുടെ വാദം അവർ ശരിവെച്ചു. കാരണവരുടെ ദേവീഭക്തിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന ദേശവാസികൾ അദ്ദേഹത്തെ ക്ഷേത്രം പണിയാൻ പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്തു. തുടർന്ന് ദേവീകൽപ്പന പോലെ കാരണവർ കുടുംബക്കാരുമായി ആലോചിച്ച് ജ്യോത്സ്യരെയും പൂജാരിയെയും ക്ഷണിച്ചു വരുത്തി ആചാരവിധിപ്രകാരം കാവിനുള്ളിൽ ശുദ്ധികർമ്മങ്ങൾ നടത്തി. ഏറ്റവും ശുഭകരമായ മുഹൂർത്തത്തിൽ പ്രപഞ്ചത്തെയും ദേശവാസികളെയും കർമ്മസാക്ഷിയായ സൂര്യഭഗവാനെയും സാക്ഷി നിർത്തി കാവിൽ വെള്ളിവരകൾ കണ്ട ഭാഗത്ത് ശ്രീ ഭഗവതിയെ ആവാഹിച്ചു പ്രതിഷ്ഠിച്ചു. ആ സമയം കാവിലുള്ള ദേശമാകെ ഒരു ദിവ്യ ചൈതന്യം നിറഞ്ഞു. പ്രതിഷ്ഠയെ തുടർന്ന് കാവിനുള്ളിൽ ആദ്യം ഒരു മൺതിട്ട പടുത്തുയർത്തി. മാസങ്ങൾക്കു ശേഷം അതിനുമീതെ വീണ്ടും ഒരു തിട്ട കൂടി കെട്ടിപ്പൊക്കി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അതിനു മുകളിൽ ഓലമേഞ്ഞു. അധികം താമസിയാതെ ശ്രീകോവിലിനു ചേർന്ന ചെറിയൊരു അഴിയിട്ട വാതിലും സ്ഥാപിച്ചു. അങ്ങനെ കാവിനുള്ളിൽ ഒരു ചെറിയ തെക്കത് നിർമ്മിതമായി. ദേശവാസികൾ ആ തെക്കതിനെ കാവിൽ തെക്കത് എന്നു പേര് നൽകി. കാലം പലതും കടന്നുപോയി. ഇതിനിടെ കാരണവർക്ക് ചില മനംമാറ്റങ്ങൾ സംഭവിച്ചു. താൻ നിത്യപൂജ നിർവഹിച്ചു പോന്നിരുന്ന കാവ് ആ സ്ഥാനം വിട്ട് തെക്കത് എന്ന സ്ഥാനത്തേക്ക് മാറിയതോടെ കാരണവർ ഗൃഹനാഥൻ എന്ന സ്ഥാനം വെടിഞ്ഞ് സന്യാസി എന്ന സ്ഥാനം സ്വീകരിച്ച് തുടർന്നുള്ള കാലം ആറ്റുകാൽ കാവിലും ദേവി കുടികൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുമായി കാലം കഴിച്ചുകൂട്ടി. കാലക്രമേണ ദേവീ കടാക്ഷം കാരണവരുടെ തലമുറയ്ക്കും ദേശവാസികൾക്കും അനുഗ്രഹമായി ഭവിച്ചു. നാനാജാതി മതസ്ഥർക്കും ആറ്റുകാലമ്മ സർവവരദായിനിയായി തീർന്നു. ആദിപരാശക്തിയുടെ പൂർണ്ണ അവതാരമാണ് ആറ്റുകാലമ്മ എന്ന പരമമായ സത്യം വെളിവാക്കുന്ന പ്രബലവും പ്രസിദ്ധവുമായ ഈ ഐതിഹ്യത്തിന് ചരിത്രരേഖകളൊന്നും സമർത്ഥിക്കാനാവില്ലെന്ന് ഇല്ല. എങ്കിലും തലമുറകളായി ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ആചാരങ്ങളും ക്ഷേത്രഭരണ സംവിധാനത്തിലെ അധികാര അവകാശങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന രീതികളും പരിശോധിച്ചാൽ മേൽപ്പറഞ്ഞ ഐതിഹ്യം തീർത്തും അടിസ്ഥാനമുള്ളതാണെന്ന് ബോധ്യമാകും. വാമൊഴിയായും വരമൊഴിയായും പറഞ്ഞു കേൾക്കുന്ന ആറ്റുകാലമ്മയുടെ മറ്റൊരു ഐതിഹ്യം അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കുന്നതാണ്.